വെൽക്കം ടു കാൻഡല ഫിസിക്സ് അക്കാഡമി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്റഗറി 1 2019 ജൂണിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ മാത്സ് സെക്ഷനാണ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക. ചിത്രത്തിൽ ആകെ എത്ര സമചതുരങ്ങളുണ്ട്? ഇതിങ്ങനെ ഒരു ഫിഗർ തന്നേക്കാണ്. അതിന്റെ ഓപ്ഷൻസ് തന്നേക്കാണ് 10, 12, 8, 11 എന്നാണ് അവർ തന്നേക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സമചതുരം ഞാനിവിടെ വരയ്ക്കുകയാണ്. അപ്പൊ എത്ര സമചതുരം കിട്ടി? ഒരു സമചതുരം. ഇനി ഈ സമചതുരത്തിനെ ഞാൻ വീണ്ടും എന്താക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിന്റെ സെന്ററുകൾ തമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? അതിനെനിക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിച്ചു. ഡിവൈഡ് ചെയ്യാൻ സാധിച്ചപ്പോൾ എത്ര സമചതുരം കിട്ടി? 4 സമചതുരങ്ങൾ അഡീഷണൽ ആയിട്ട് വന്നു. ഇനി ഈ സമചതുരങ്ങളുടെ സെന്ററുകളെല്ലാം കൂടി ഞാൻ എന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്യാണ്. അങ്ങനെ ഈ സെന്ററുകളെല്ലാം കൂടി ജോയിൻ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുന്നത്? വീണ്ടും ഒരു സമചതുരം ഫോം ചെയ്യാണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഉള്ളിൽ അപ്പൊ എന്ത് വരച്ചു? ഒരു സമചതുരം വരച്ചു. അപ്പൊ +1 പ്ലസ് ഈ പുതിയൊരു സമചതുരം ഇതിന്റെ ഉള്ളിൽ വരച്ചപ്പോൾ അഡീഷണൽ ആയിട്ട് വീണ്ടും എന്ത് സംഭവിച്ചു? 4, 1, 2, 3, 4 ചെറിയ സമചതുരങ്ങൾ അഡീഷണൽ ആയിട്ട് ഫോം ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ ഇപ്പൊ എത്ര കിട്ടി? 1 + 4 5 ആണെന്ന് കിട്ടി. 1 + 4 5. ടോട്ടൽ നമുക്ക് ഇപ്പൊ എത്ര കിട്ടി? 10 സമചതുരങ്ങൾ കിട്ടിയേക്കാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിട്ട് മാറാണ് ചെയ്യുന്നത്? 10 സമചതുരം എന്ന് പറയുന്ന ലെവലിലേക്ക് എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യാണ്. എളുപ്പമാണല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കൂ. 50 - 35 × 3/4 - 4 × 1/4 സോൾവ് ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം നമുക്കൊന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 50 - 35 × 3/4 - 4 × 1/4. 50 - 35 × 3/4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 35 × 4 ഓരഞ്ച് 5 4 5 20 0 2 12 140 140 + 3 എന്ന് പറയുമ്പോൾ 143 ÷ 4 -4 × 1/4 4 16 17/4. സ്റ്റെപ്പ് കൂടുതൽ ചെയ്യുന്നു എന്നുള്ളൂട്ടോ. 50 - നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 143 + 17 ÷ 4. അപ്പോൾ 143 × 17 10 0 ബാക്കി 4 5 6 160. അപ്പൊ എത്രയായിട്ട് മാറുക? 50 - 160/4. ഇനി നമുക്ക് 50 എന്ന് പറയുമ്പോൾ പറയും താഴെ ഒരു 1 കൊടുക്കുക അല്ലെ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. അപ്പൊ 50 × 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 200 -160 × 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 160 ÷ 4 × 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. ഇനി 200 നിന്ന് 160 പോയാൽ എത്രയാണ്? 40 അല്ലേ? 40 ÷ 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൻസർ എത്രയായിട്ട് മാറാണ് ചെയ്യുക? 10 ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ ഓപ്ഷനിലേക്ക് നോക്കുക. ആൻസർ എത്രയായിട്ട് മാറുന്നു? 10 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മാൻ ഹു ന്യൂ ഇൻഫിനിറ്റി പ്രശസ്തമായ ചലച്ചിത്രം ആരുടെ ജീവിത കഥയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതൊരു ഹോളിവുഡ് മൂവിയാണ്. 2015 ഈ ഫിലിം ഇറങ്ങിയിട്ടുള്ളത്. അതായത് ഒരു ദേവ് പട്ടേൽ എന്ന് പറയുന്ന, അതിന്റെ പേര് ഇതാണ്, ദേവ് പട്ടേൽ ആണ് ഈ സിനിമയിലെ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഈ ദേവ് പട്ടേൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 2008 AR റഹ്മാൻ ഓസ്കാർ അവാർഡ് നേടിക്കൊടുത്തൊരു ഫിലിം ഉണ്ടായിരുന്നു, സ്ലം ഡോഗ് മില്യണേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതിലെ നായകനാണ് ദേവ് പട്ടേൽ. അപ്പൊ താനുടെ ആത്മകഥ എന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റും രാമാനുജന്റെ സിനിമയാണ്. രാമാനുജന്റെ കഥയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ദ മാൻ ഹു ന്യൂ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഫിലിം നിർമ്മിച്ചതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫിലിമാണ്. യൂട്യൂബിൽ അവൈലബിൾ ആണ്, ടെലഗ്രാം ചാനൽസിൽ അവൈലബിൾ ആണ്. ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക്, മാത്സ് താല്പര്യമുള്ള കുട്ടികൾക്ക് ആ ഫിലിം കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു അനുഭവം ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 6174 എന്ന് പറയുന്ന ഈ ഒരു നമ്പർ കണ്ടില്ലേ?
ആ നമ്പർ എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് അവര് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. അപ്പൊ എന്താണ് 6174 എന്ന് പറയുന്ന നമ്പർ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് നോക്കുക. നീലകണ്ഠ സോമയാജി, പൈതഗോറസ്, ഭാസ്കരാചാര്യ, ദാത്തത്രേയ രാമചന്ദ്ര കാപ്രേക്കർ. ഇങ്ങനെയാണ് അവർ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൻസർ ഞാനിപ്പോൾ തന്നെ പറയാം. എന്താണ്? ദാത്തത്രേയ രാമചന്ദ്ര കാപ്രേക്കർ. ഇദ്ദേഹം ഒരു ഇന്ത്യൻ മാത്തമെറ്റീഷ്യൻ ആണ്. മാത്തമെറ്റീഷ്യൻ എന്ന് നമ്മൾ പറയുമെന്ന് എനിക്കറിയില്ല. ആളൊരു ഇന്ത്യക്കാരനായ മഹാരാഷ്ട്രയാണ് ആളുടെ വീട്. വീടല്ല, സംസ്ഥാനം മഹാരാഷ്ട്രക്കാരനാണ്. ഇദ്ദേഹം ഒരു ടീച്ചറാണ്. ഓക്കെ. 1975 മാർട്ടിൻ എന്ന് പറയുന്ന മാർട്ടിൻ ഗാർഡിനർ, ഓക്കെ, മാർട്ടിൻ ഗാർഡിനർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് സയന്റിസ്റ്റ് ആണ് ഈ R.D. രാമചന്ദ്ര അല്ലെങ്കിൽ ദാത്തത്രേയ രാമചന്ദ്ര കാപ്രേക്കറിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ, അല്ലെങ്കിൽ അദ്ദേഹമാണ് ഈ നമ്പർ എല്ലാം കണ്ടെത്തിയത് എന്നുള്ളൊരു ഇൻഫോർമേഷൻ നമ്മുടെ ഈ വേൾഡിന് മുമ്പിൽ റിവീൽ ചെയ്യുന്നത്, അറിയിക്കുന്നത്. ഒരു നമ്മൾ തൽക്കാലം ഈ രാമാനുജനെ പോലെയോ ഒക്കെ വളരെ പ്രശസ്തനാകേണ്ട ഒരു വ്യക്തി തന്നെയായിരുന്നു ഇദ്ദേഹം. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹം ഫേമസ് ആയില്ല. പക്ഷെ അദ്ദേഹം വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റീഷ്യൻ ആണ്. അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ഒരു നമ്പറാണ് 6174 എന്ന് പറയുന്ന നമ്പർ. അപ്പോൾ ഓർത്തിരിക്കുക, ദാത്തത്രേയ രാമചന്ദ്ര കാപ്രേക്കർ. ഇന്ത്യക്കാരനാണ്, മഹാരാഷ്ട്രയാണ് സംസ്ഥാനം, ടീച്ചറാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. പ്രൈമറി ക്ലാസ്സുകളിൽ ഗണിത പഠനത്തിന് പ്രയോജനകരമല്ലാത്ത സോഫ്റ്റ്വെയർ ഏതാണ് എന്നാണ് ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. അതിന് തന്നിട്ടുണ്ട് സെലസ്റ്റിയ തന്നിട്ടുണ്ട്, ജെഫ്രാക്ഷൻ ലാബ് തന്നിട്ടുണ്ട്, കിഗ് ഉണ്ട്, ജിയോജിബ്ര. അത് നമുക്ക് ഓരോന്ന് എന്താന്ന് നോക്കാം. ഈ സെലസ്റ്റിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ, ഈ സെലസ്റ്റിയ എന്ന് പറഞ്ഞാൽ അതൊരു സെലസ്റ്റിയ എന്ന് പറയുന്നത് 3D ആസ്ട്രോണമി പ്രോഗ്രാമാണ്. പഠിച്ചു വയ്ക്കുക. സെലസ്റ്റിയ എന്താണ്? 3D ആസ്ട്രോണമി പ്രോഗ്രാമാണ്. ക്രിയേറ്റഡ് ബൈ ക്രിസ് ലോറൽ ആണെന്ന് ഓർത്തിരിക്കുക. ബേസ്ഡ് ഓൺ ഹിപ്പാർക്കോസ് കാറ്റലോഗ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഗൂഗിൾ എർത്ത് പോലെ തന്നെ നമുക്കൊരു വിർച്വൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ ലോകം മുഴുവനും നമുക്ക് കാണുവാനായി സാധിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ആസ്ട്രോണമി പ്രോഗ്രാമാണ് എന്ത് ഈ സെലസ്റ്റിയ എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് നോക്കുക, ജെഫ്രാക്ഷൻ. ഈ ജെഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രാക്ഷൻസ് ഉണ്ടല്ലോ, ഭിന്നസംഖ്യകളില്ലേ, ഭിന്നസംഖ്യകളെ കുറിച്ച് പഠിക്കുവാനും അല്ലെങ്കിൽ ഭിന്നസംഖ്യകളെ കമ്പയർ ചെയ്യുവാനും താരതമ്യപ്പെടുത്തുവാനുമാണ് എന്ത് ഉപയോഗിക്കുന്നത്? ജെഫ്രാക്ഷൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത് നോക്കുക, കിഗ്. കിഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോമെട്രി സോഫ്റ്റ്വെയർ ആണ്. പൈത്തോൺ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടാണ് കിഗ് ഫോം ചെയ്യുന്നത്. KDE പ്രോജക്റ്റിലൊക്കെ ഈ കിഗ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ കിഗ് ജോമെട്രി ആയതുകൊണ്ട് എന്താണ്? മാത്സ് ആണല്ലേ. ജെഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫ്രാക്ഷൻസ് ആയതുകൊണ്ട് അതും എന്തുതന്നെയാണ്? മാത്സ് ആണെന്ന് മനസ്സിലാക്കാം. അടുത്തത് നോക്കുക, ജിയോജീബ്ര. ജിയോജീബ്ര എന്ന് പറയുന്നതും എന്തിനാണ്? ഫ്രീ ഓൺലൈൻ മാത്ത് ടൂൾസ് ആണ്. എന്തിനാണ്? ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാൻ, ജോമെട്രിനെ കുറിച്ച് പഠിക്കാൻ, 3D സ്ട്രക്ചേഴ്സ് കുറിച്ച് പഠിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? ജിയോജീബ്ര എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾ അത് അതിന്റെ സോഫ്റ്റ്വെയർ ഫ്രീ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചർമാരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സോഫ്റ്റ്വെയർ ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. മലയാളത്തിലും ഇതിന്റെ വേർഷൻ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ജെഫ്രാക്ഷനും കിഗും ജിയോബ്രയും എന്തുതന്നെയാണ്? മാത്തമാറ്റിക്കൽ ടൂൾസ് ആണ്. പക്ഷെ സെലസ്റ്റിയൻ ടൂൾ തന്നെയാണ്. പക്ഷെ എന്തല്ല, മാത്തമാറ്റിക്കൽ ടൂൾ അല്ല. നമുക്ക് അറിയേണ്ടത് എന്താണ്? മാത്തമാറ്റിക്കൽ ടൂളിനെ കുറിച്ചാണ്. അപ്പൊ പ്രയോജനകരമല്ലാത്ത, ഗണിത പഠനത്തിന് പ്രയോജനകരമല്ലാത്ത സോഫ്റ്റ്വെയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിട്ട് മാറുകയാണ് ചെയ്യുക? സെലസ്റ്റിയ എന്ന് പറയുന്ന ആൻസർ ആണ് നമുക്ക് അവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, വളരെ നല്ല ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു 2019 ജൂണിലെ കാറ്റഗറി 1 പേപ്പർ. ഈ കാറ്റഗറി 3 എക്സാമുമായി ബന്ധപ്പെട്ട് കുറച്ച് ബിസി ആയതുകൊണ്ടാണ് സോൾവ് ചെയ്യാനായിട്ട് ഞാൻ നേരം വൈകിയത്. പക്ഷെ നേരം വൈകിയാൽ ഞാൻ സോൾവ് ചെയ്യുമ്പോൾ ഭംഗിയായിട്ട് നിങ്ങൾക്കത് സോൾവ് ചെയ്തു തരാം. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വീണ്ടും വരാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു വെരി മച്ച്.